എൻ്റെ പേര് ദീപ രാജേഷ്. എൻ്റെ വീട് സീതത്തോടാണ്. ഞാനിപ്പോൾ വരുന്നത് പാലായിൽ നിന്നാണ്. 2022 സെപ്റ്റംബർ 9 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയെടുക്കാൻ ആദ്യമായിട്ട് വരുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കവെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടിയെടുക്കാൻ വരുന്നത്. എൻ്റെ സ്വന്തം വീട് റാന്നിയിലാണ്. അപ്പോൾ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത ഒരു ചേച്ചി എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയെ കാണുകയും ആ ചേച്ചി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കരയുന്ന മുഖമാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു, ദീപയോട് പറയണം ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറയണം, ദീപയുടെ ദുഃഖങ്ങളും കഷ്ടതകളും എല്ലാം മാറുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ വരെ വന്ന് നിൽക്കുകയായിരുന്നു. കാരണം കോവിഡ് സംബന്ധിച്ച് എൻ്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു ജോലി ചെയ്യുന്നത്. ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെടുകയും പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ബാങ്ക് ലോണുകളും എല്ലാം മുടങ്ങി. 2 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയായിപ്പോയി. ബിഗ് സീറോയിലായിപ്പോയായിരുന്നു ഞങ്ങൾ. അതിൽ നിന്ന് ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എൻ്റെ ഭർത്താവിന് നാട്ടിൽ താൽക്കാലികമായിട്ടൊരു ജോലി കിട്ടി. അതിന് ഞങ്ങൾക്ക് പലിശ കൊടുക്കാനുള്ള ഇതേ ഉള്ളായിരുന്നു. കാരണം വീട്ടു ചെലവിന് പോലും ഞങ്ങൾക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കവെയാണ് എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ ഇവിടേക്ക് വിളിച്ചു എന്നുള്ള രീതിയിൽ ഞാനിവിടെ വന്ന് ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും കൂടാണ് ഇവിടെ വന്നത്. അപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു. കാരണം ഞാനൊരു ഹിന്ദുവാണ്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ എങ്ങനെയാണ് എന്താണ് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് മേളി ക്ലാസ് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു. പുറത്തിറങ്ങിയതിന് ആ സമയം മുതൽ എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ പൊതിഞ്ഞു പിടിക്കുകയായിരുന്നു. കാരണം 2 വർഷമായി ഞങ്ങൾ ഇന്റർവ്യൂകളെല്ലാം പോയിട്ടും ഒന്നിനും ഒരു മറുപടി കിട്ടിയിട്ടില്ലായിരുന്നു. ഭർത്താവിൻ്റെ പാസ്പോർട്ടെല്ലാം അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. എന്നാലും ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും പത്രം വാങ്ങിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടു കൊടുക്കാൻ പോകും. അപ്പോൾ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ വേണ്ടെന്ന് പറയും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാവും. കാരണം എന്താ വേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ളതൊന്നും. എനിക്ക് അതിനെപ്പറ്റിയുള്ള ഒരു അറിവില്ലായിരുന്നു. ഞാൻ അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഓരോ അമ്മമാരുടെ അടുത്തും അച്ഛന്മാരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവർക്ക് നമ്മൾ കൊണ്ടു കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു വലിയ ഒരു സഹായമായിട്ട് അവർ കാണുന്നത്. കാരണം എൻ്റെ അനുഭവം സാക്ഷ്യം കൂടെ ഞാൻ അവരോട് പറയുമായിരുന്നു. അങ്ങനെ എന്നെ നോക്കിയിരിക്കുന്ന പോലെ ഞാനിപ്പോൾ പത്രം കൊണ്ട് കയറി ചെല്ലുമ്പോൾ അവരെല്ലാം നിമിഷങ്ങൾ കൊണ്ടാണ് എൻ്റെ അമ്മയുടെ പത്രം തീരുന്നത്. അങ്ങനെ ഇരിക്കവെയാണ് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് നാട്ടിൽ വരുന്നു. ചേച്ചിയുടെ ഭർത്താവ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ചേച്ചിയുടെ ഭർത്താവ് വിളിച്ചിട്ട് പറയുന്നു, ഒരു വിസയുണ്ട്, അതിന്റെ പ്രോസസ്സ് നമുക്ക് മുമ്പോട്ട് പോകാം. അതുകൊണ്ട് രാജേഷിന്റെ പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുക്കാൻ പറയുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും അയച്ചു കൊടുത്തു. ഞങ്ങള് അങ്ങനെ ഒരു ദിവസം ലീവിന് ചേട്ടൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്ന് ഡിസംബർ 8 എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് തന്നു. 3 പ്രാവശ്യം എൻ്റെ അമ്മ എന്നെ കൊണ്ട് അത് പറയിപ്പിച്ചു, ഡിസംബർ 8 എന്ന്. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ബാങ്ക് ലോൺ ഉണ്ട്. ഞാൻ പിറ്റേ ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഡിസംബർ 8 എന്ന് പറയുന്ന ഒരു ഡേറ്റ് എൻ്റെ അമ്മ കാണിക്കുന്നുണ്ട്, എൻ്റെ വീട് ജപ്തി ആവുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ പിന്നെ അമ്മയോട് കരഞ്ഞു പറഞ്ഞു. കാരണം ഡിസംബർ 8 എന്ന് പറയുന്നത് എനിക്കൊരു നല്ലൊരു വാർത്ത കേൾക്കാനുള്ള ഒരു കൃപ അമ്മ തരണമെന്ന് പറഞ്ഞു. എൻ്റെ 2 മക്കളും ഞാനും എല്ലാ പ്രാർത്ഥനയും, അച്ഛൻ്റെ ടോക്കാണെന്ന് പറഞ്ഞാലും എല്ലാ സാക്ഷ്യങ്ങളും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടേയിരുന്നു. അങ്ങനെ എനിക്ക് ഡിസംബർ 8 എന്ന് പറഞ്ഞ ദിവസം വന്നു. രാവിലെ എൻ്റെ ചേച്ചി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, വിസയുടെ കാര്യം എല്ലാം റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഇന്ന് തന്നെ വിസ കിട്ടും, അതിന് 90,000 രൂപ കൊടുക്കണം, ആ 90,000 രൂപ ഇന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിന്ന് വിസ വരുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ അന്ന് 10 പൈസ പോലും ഇല്ലായിരുന്നു. കാരണം ഒരു വിസ കിട്ടാൻ നമുക്ക് എളുപ്പമല്ല എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അമ്മയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ. എന്നിട്ട് ഞാൻ 2ാമത്തെ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു, ഇതുപോലൊരു വിസ റെഡിയാവും. അപ്പൊ ചേച്ചി ഒന്നും എന്നോട് അപ്പം പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചേച്ചി എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് കൊടുക്കാം, നീ വിഷമിക്കേണ്ട, നമ്മുടെ അമ്മ അതെല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു.
അങ്ങനെ എൻ്റെ ചേച്ചി, ആ ചേച്ചിയുടെ സ്വന്തം വീട് ഒറ്റി കൊടുത്തു എനിക്ക് വേണ്ടി. ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ ചേച്ചി ആ വീട് ഒറ്റി കൊടുത്തിട്ട് എനിക്ക് വിസയ്ക്കുള്ള പൈസ എൻ്റെ സഹോദരങ്ങൾ എനിക്ക് തന്ന് സഹായിച്ചു. അന്ന് തന്നെ ഞങ്ങൾക്ക് വിസ വരികയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അന്ന് തന്നെ എളുപ്പം പെട്ടെന്ന് തന്നെ നടന്നു. എല്ലാം എൻ്റെ അമ്മ ശരിയാക്കി തന്നു ഞങ്ങൾക്ക്. രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, ജപ്തി നടപടിയുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്, നാളെ തന്നെ ഞങ്ങൾ ജപ്തിയുടെ ഇത് ചെയ്യുവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് 2 ലക്ഷം രൂപ കൊണ്ട് അടയ്ക്കുകയാണ് എങ്കിൽ ആ ജപ്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവായി പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഞങ്ങളുടെ കഷ്ടതകളെല്ലാം പറഞ്ഞു. പക്ഷെ അതൊന്നും അവര് കൈക്കൊണ്ടില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം എനിക്ക് ആകെ എൻ്റെ കയ്യിലുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത് എൻ്റെ പരിശുദ്ധ അമ്മയോടുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു. കാരണം നമ്മളൊരു താഴ്ചയിലേക്ക് പോയപ്പോൾ എല്ലാവരും കുറ്റം പറഞ്ഞു. ആരും അടുത്ത് പിടിച്ചില്ല. എൻ്റെ കൂടപ്പിറപ്പുകൾ മാത്രം, എൻ്റെ അമ്മയും എന്നെ അടുത്ത് പിടിച്ചു. അപ്പം അങ്ങനെ ഞാൻ ഇരിക്കവേ ഞാൻ 2 ലക്ഷം രൂപ ഞങ്ങൾക്ക് അടയ്ക്കാനില്ലായിരുന്നു. ഞാനപ്പം പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു, വീട് ജപ്തിയായി പോകും, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാനപ്പോൾ മാഡത്തിനോട് ചോദിച്ചു, എനിക്ക് ജപ്തിയുടെ എന്തെങ്കിലും ഒരു രേഖ തരാമോ? കാരണം എൻ്റെ ഒരു വിശ്വാസമായിരുന്നു ജോസഫ് അച്ഛൻ എനിക്ക് അതൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആ ജപ്തി നടപടി മാറിപ്പോകുമെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു, ഒരിക്കലും അത് തരാൻ പറ്റുന്നതല്ല, അതൊക്കെ ലീഗലായിട്ടുള്ളതാണ്. കാരണം ഞങ്ങൾ ഇനി അത് നടപടിയുമായിട്ട് മുമ്പോട്ട് പോകാനാണ്, അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ആ പേപ്പർ തരാൻ പറ്റില്ല ദീപയ്ക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയോട് പിന്നെയും പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് ജോസഫ് അച്ഛനെ വന്ന് കാണണമെങ്കിൽ ഇവിടെ വന്ന് അല്ലാതെ രേഖയില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. നമ്മൾ പറയുന്ന സത്യമാണോ അതല്ലയോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് എനിക്ക് രേഖ മസ്റ്റായിട്ട് എൻ്റെ കൈ വേണമായിരുന്നു. ഞാൻ അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. കാരണം രക്ഷപ്പെടാൻ വേറെ മാർഗമില്ല. ആ വീട് പോയി കഴിഞ്ഞാൽ വേറെ ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ പോസ്റ്റ്മാൻ വന്ന് വീട്ടിലൊരു പേപ്പർ തന്നേക്കുന്നു, ജപ്തിയുടെ എന്തോ പേപ്പറാണെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരാൻ പിന്നെ എനിക്ക് കൃപ തന്നു. ഞാൻ പിറ്റേ ദിവസം തന്നെ ആ പേപ്പറും കൊണ്ട് ഇവിടെ വന്ന് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും ജോസഫ് അച്ഛൻ ബ്ലസ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഈ വിഷയത്തിൽ അമ്മ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്കൊരു കാശ് രൂപം തന്നു. ആ വസ്തുവിൽ കൊണ്ട് കുഴിച്ചിടാൻ വേണ്ടി പറഞ്ഞു. ഞാനത് അങ്ങനെ പോലെ ചെയ്തു. പിറ്റേ ദിവസം മാനേജർ വിളിച്ചിട്ട് പറയുന്നു, ദീപ തിരുവല്ലയിൽ വരെ പോണ അദാലത്ത് നടക്കുകയാണ്, എന്തെങ്കിലും അവിടുന്ന് കുറച്ച് തരാൻ പറ്റുമോന്ന് ഒന്ന് പോയി തിരക്കാൻ പറഞ്ഞു. ഞാനും മോളും കൂടെ തിരുവല്ലയിൽ രാവിലെ 9 മണിയായപ്പോൾ ചെന്നപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള അദാലത്ത് എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇരിക്കുന്ന ഒരു ഇതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ റീജിയണൽ ഓഫീസിൽ ഞാനും എൻ്റെ ഈ കുഞ്ഞും മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി മാത്രം ഒരുക്കി തന്നതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ട്. അങ്ങനെ അവർ സംസാരിച്ചു. എൻ്റെ പലിശ പൂർണ്ണമായിട്ട് ഒഴിവാക്കി എൻ്റെ ആ എടുത്ത മുതൽ മാത്രം അടച്ചാൽ മതി എന്നുള്ള ഒരിതായി. എനിക്ക് 3 മാസം കൂടെ എൻ്റെ ജപ്തി പിറ്റേ ദിവസം നടക്കുമെന്ന് പറഞ്ഞ ആ സ്ഥാനത്താണ് എനിക്ക് 3 മാസം കൂടെ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്കത് സാധിച്ചു തന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ എഴുതാത്തതുമായിട്ടുള്ള നിയോഗങ്ങൾ ഒരുപാട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നത് എൻ്റെ പരിശുദ്ധ അമ്മയും തിരുകുമാരനും വഴിയാണ്. എൻ്റെ അമ്മ, എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ മകൾ MSc കഴിഞ്ഞ് അവളുടെ കല്യാണം കഴിഞ്ഞായിരുന്നു. ഡെലിവറി സംബന്ധമായിട്ട് ഡെലിവറി ഒരു ആൺകുഞ്ഞിനെയാണ് ദൈവം തമ്പുരാൻ കൊടുത്തത്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പം ഡോക്ടർ വെളിയിൽ വന്ന് ചേച്ചിയോട് പറഞ്ഞു, കുഞ്ഞിന്റെ കാലിനൊരു വളവുണ്ട്, അതുകൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്യണം, കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കണം, കുഞ്ഞിന് ഇതുപോലൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു. ചേച്ചിക്ക് നല്ല വിശ്വാസമായിരുന്നു. കാരണം കൃപാസന അമ്മയുടെ അടുത്ത് കഴിഞ്ഞിടെ വന്നു പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അപ്പം ചേച്ചി മുട്ടിപ്പായിട്ട് നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ പീഡിയാട്രിഷ്യൻ ഡോക്ടർ വൈകുന്നേരം വന്ന് പറയുന്നു, കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല, കുഞ്ഞിന്റെ കാലിന് ഒരു വളവുമില്ല എന്ന് പറഞ്ഞ് അവിടെയും അമ്മ ഞങ്ങൾക്ക് കൃപ തരികയായിരുന്നു. അതുപോലെ തന്നെ ആ മോക്ക് തന്നെ ഫിക്സ് വന്നു, ഡെലിവറി സംബന്ധമായിട്ട് ഫിക്സ് വന്ന് 3 ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടും ബോധമില്ലായിരുന്നു. അങ്ങനെ ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കുടുംബമായിട്ടിരുന്നു പ്രാർത്ഥിച്ചു എല്ലാവരും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഞങ്ങളുടെ ആ ചേച്ചിയുടെ മകളായിട്ടല്ല എനിക്ക് കണ്ടത്. കാരണം വല്ലാതെയുള്ള ഒരു മോളെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ എൻ്റെ കഴുത്തെ കിടന്ന് കാശിരിപ്പ് ഊരി ഞാൻ കൈ കൊടുത്ത് തൈലം ഞാൻ നെറ്റി പുരട്ടി കൊടുത്തു.
പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്യുന്ന സമയമായിരുന്നു. എന്താണ് അവൾക്ക് ഫിക്സ് വരാൻ കാരണം എന്നുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവരെല്ലാ ടെസ്റ്റും ചെയ്തു. എല്ലാ ടെസ്റ്റിലും നെഗറ്റീവാണ് കാണുന്നത്. ഇന്ന് അവൾക്ക് ഒരു കുഴപ്പമില്ലാതെ അവിടെ ജീവിക്കുന്നു. പിന്നെ എൻ്റെ മൂന്നാമത്തെ ചേച്ചിയുടെ ഭർത്താവ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ആ ചേട്ടൻ അവധിക്ക് വന്നപ്പോൾ എൻ്റെ ഈ പ്രാർത്ഥന ഉടമ്പടിയൊക്കെ ചേച്ചി പറഞ്ഞ് ഞങ്ങൾ ചേച്ചിയും ചേട്ടനും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാം കൂടി ഇവിടെ വന്നു. അപ്പൊ ചേട്ടൻ ഇവിടെ വന്നപ്പം വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അകത്തോട്ടൊന്നും കയറിയില്ല ചേട്ടൻ. ചേച്ചിയും അമ്മയും കുഞ്ഞുങ്ങളും കയറി ഇവിടെ വന്നിരുന്നു, പ്രാർത്ഥിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, നിങ്ങളൊക്കെ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ചേട്ടൻ വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. പക്ഷെ എനിക്ക് തന്ന ഡിസംബർ 8 എന്ന് പറഞ്ഞ് ഒരു ഡേറ്റിൽ എൻ്റെ അമ്മ കാണിച്ച അത്ഭുതം എൻ്റെ ചേട്ടനെ ഒരുപാട് വിശ്വാസത്തിലോട്ട് എത്തിക്കാൻ പറ്റി. അങ്ങനെ ആ ചേട്ടൻ തന്നെ, ഇവിടുന്ന് പോയ ചേട്ടൻ തന്നെ ചേച്ചിയെയും കൊണ്ട് തിരിച്ചു വന്ന് അമ്മയുടെ മുമ്പിൽ മാപ്പ് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടാണ് സൗദിയിലേക്ക് തിരിച്ചു പോയത്. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ കൃപാസനം മാതാവിനും തിരുകുമാരനും 1000 കോടാനുകോടി നന്ദി പറയുന്നു.